ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അമച്ചർ റേഡിയോ സ്റ്റേഷനെ പരിചയപ്പെടുത്തലാണ്. ഹാമും ഹോമും സീരീസിലെ 5ാമത്തെ വീഡിയോ. ഇന്ന് പരിചയപ്പെടുന്നത് VE2UZ-നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം. ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Hello CQ, hello CQ, hello CQ. This is Victor Uniform 2 Uniform Zulu. Victor Uniform 2 Uniform Zulu. Hello, testing 1 2 3 4. Hello, testing 1 2 3. Hello CQ, hello CQ, hello CQ. This is Victor Uniform 2 Uniform Zulu. Victor Uniform 2 Uniform Zulu. Calling CQ and standing by. Anybody on this frequency? This is Victor Uniform 2 Uniform Zulu. Anybody on this frequency? This is Victor Uniform 2 Uniform Zulu. Hello CQ, hello CQ, hello CQ. This is Victor Uniform 2 Uniform Zulu. Victor Uniform 2 Uniform Zulu. Calling CQ and standing by. നമസ്കാരം മധു, വെൽക്കം ടു മൈ ചാനൽ. നമസ്കാരം. യഥാർത്ഥ പേരെന്താണ്? എൻ്റെ പേര് മധു മോഹൻ. കേരളത്തിൽ എവിടെ സ്ഥലം? മധു മോഹൻ VE2UZ. പണ്ട് UWZ ആയിരുന്നു. അതെ അതെ. ഇപ്പോൾ UZ നാട് ചങ്ങനാശ്ശേരി. മധു എങ്ങനെയാണ് ഹാം റേഡിയോയിൽ വന്നത്? ഈ ഹാം റേഡിയോ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഞാനൊരു 25 വർഷത്തിൽ കൂടുതലായി. ഇതെങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? ഞാനൊരു മാഗസീനിൽ ഏതൊരു മാഗസീനിൽ ഇതിനെപ്പറ്റി ഇങ്ങനൊരു ഹാം റേഡിയോ പറ്റി വന്നിരുന്നു. അന്ന് എനിക്ക് ഇലക്ട്രോണിക്സിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണെന്ന് അന്വേഷിച്ചപ്പം തിരുവല്ലയിലൊരു എക്സാം സുനിട്രോ എന്ന് പറയുന്ന ഒരിടത്ത് നടത്തുന്നു എന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ പോയി അവിടെ രജിസ്റ്റർ ചെയ്തു. ഏത് വർഷം ഞാൻ ഓർക്കുന്നില്ല, 80s-ലായിരുന്നു തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ അവിടെ പോയി രജിസ്റ്റർ ചെയ്തു. അവിടെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സിൽ ഇതായതുകൊണ്ട് ഞാൻ ക്ലാസ്സിന് പോയില്ല, തന്നെ പഠിച്ചു. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയില്ല. പഠിച്ചിട്ട് എക്സാം എഴുതി. അന്ന് ഗ്രേഡ് 1 ഗ്രേഡ് 2 എഴുതി. ഗ്രേഡ് 2 പാസ്സായി. അങ്ങനെ എനിക്ക് VE2UWZ എന്ന് പറഞ്ഞ കോഴ്സ് കിട്ടി. പിന്നെ ഞാൻ VWN-QRP ഹോം ബ്രൂ ചെയ്ത് എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ഉണ്ടാക്കി. ബാൻഡിൽ ആ സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ബാൻഡിൽ കുറേ നാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിദേശത്ത് ജോലിക്ക് പോയി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് സ്വന്തമായിട്ട് കൊമേഴ്ഷ്യൽ എക്യുപ്മെൻ്റ് എല്ലാം മേടിക്കാൻ പറ്റി. അന്ന് മുതലേ ഞാൻ ബാൻഡിലുണ്ട്. ഈ VWN-QRP എന്ന് പറഞ്ഞല്ലോ, എന്താണ് VWN-QRP? ഒന്ന് വിശദീകരിക്കാമോ? പവർ കുറഞ്ഞ ഒരു ട്രാൻസ്മിറ്റിംഗ് എക്യുപ്മെൻ്റ് ആണ് VWN-QRP. അത് AM-ലും CW-ലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു QRP എന്ന് പറഞ്ഞാൽ ലോ പവർ സ്റ്റേഷനാണ് QRP എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 3 to 5 watts മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ. അപ്പം അത്രയും ചെറിയ പവർ കൊണ്ട് അന്ന് ഞങ്ങൾ ശ്രീലങ്ക മുതൽ ഏകദേശം നോർത്ത് ഇന്ത്യയുടെ മിഡിൽ വരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്മിറ്ററാണ്. അന്ന് ട്രാൻസ്മിറ്റർ വേറെ, റേഡിയോ വേറെ, രണ്ടെണ്ണം സെപ്പറേറ്റ് വെച്ചാണ് പലരും ഓപ്പറേറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അന്നൊരു റേഡിയോയും ഈ ട്രാൻസ്മിറ്ററും വെച്ചാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. VWN-QRP എന്ന് പറയുമ്പോൾ ട്രാൻസ്മിറ്റർ ആണെന്ന് മനസ്സിലായി. എന്താണ് VWN? VE2UW എന്ന് പറയുന്നത് വസന്തകുമാർ നോർത്ത് പറവുള്ള ഒരു ഹാമാണ്. പുള്ളിയാണ് ഇത് ഡിസൈൻ ചെയ്തത്. അങ്ങനെയാണ് VWN-QRP എന്ന പേര് വന്നത്. ഓക്കെ. ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടല്ലേ? അതിന് എത്ര വാട്ട് പവർ വരുന്നുണ്ട്? 3 to 5 watts പവറുള്ള ഒരു QRP ആയിരുന്നു അത്. അന്ന് ഈ ഒരു QRP കൊണ്ടാണ് എല്ലാവരും ബാൻഡിൽ വന്നുകൊണ്ടിരുന്നത്. കുറച്ച് ആൾക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള കുറേ പ്രൊഫസേഴ്സൊക്കെ വാൽവ് വന്നിരുന്നു. അവരാണ് നല്ല പവറിൽ വന്നിരുന്നത്. അതിൽ VE2TG, VE2LN അങ്ങനെ കുറേ ആൾക്കാർ അന്ന് ഹൈ പവറിൽ വന്നിരുന്നു. അത് വാൽവ് 807 എന്ന് പറയുന്ന വാൽവ് വെച്ചുണ്ടാക്കിയ ഹൈ പവർ ട്രാൻസ്മിറ്റർ ആയിരുന്നു. പക്ഷെ അന്നും അവരും യൂസ് ചെയ്യുന്നത് റേഡിയോ സെപ്പറേറ്റും ട്രാൻസ്മിറ്റർ സെപ്പറേറ്റുമാണ്. അത് DX സ്റ്റേഷൻസ്, അതായത് ഡിസ്റ്റൻസ് സ്റ്റേഷൻസുമായിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? ഞാൻ US ഒരുമാതിരിപ്പെട്ട കൺട്രീസ് എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. VWN-QRP വെച്ചിട്ടല്ല, ഞാൻ കൊമേഴ്ഷ്യൽ വെച്ചിട്ടാണ്. VWN-QRP വെച്ച് കൂടുതലും വർക്ക് ചെയ്യുന്നത് ശ്രീലങ്ക. നമുക്ക് കൂടുതൽ കിട്ടുന്ന ശ്രീലങ്കയായിരുന്നു. ശ്രീലങ്ക വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിയെല്ലാം നമ്മുടെ
കേരള സ്റ്റേഷൻ, തമിഴ്നാട് സ്റ്റേഷൻ, അങ്ങനെയുള്ള സ്റ്റേഷൻസ് ആയിരുന്നു. ഓക്കെ. അന്ന് പിന്നെ എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അല്ല, അന്ന് ഭയങ്കര ഇന്നത്തെക്കാട്ടിലും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അന്ന് 1-2 നെറ്റുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ നെറ്റുകളൊന്നും ഇല്ല. ഏതൊക്കെയായിരുന്നു ജെംനെറ്റ് എന്ന് പറഞ്ഞൊരു നെറ്റ്, വീട്ടൂർ റോമിയോ ഡെൽറ്റ ഹോട്ടൽ, വീട്ടൂർ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ കൊണ്ടുവന്ന ഒരു നെറ്റ് ഉണ്ടായിരുന്നു. ജനറൽ എമർജൻസി മെഡിക്കൽ ട്രാഫിക് എന്ന് പറഞ്ഞ ജെംനെറ്റ്. അത് എത്ര മണിക്കായിരുന്നു? അത് വൈകിട്ട് ടൈം ഞാനിപ്പോൾ ഓർക്കുന്നില്ല, നൈറ്റ് ആയിരുന്നു. എനിക്ക് ഒന്ന് 8 മണിക്ക് മറ്റുമായിരുന്നു. അതുകൂടാതെ കരക്കുടി അമച്ചർ റേഡിയോ ക്ലബിൻ്റെ V2 ലീമ ഡബിൾ എക്കോ എന്ന് പറഞ്ഞ ഒരു ഹാമുണ്ട്. ഒരു ഹാൻഡിക്യാപ്ഡ് ഹാമായിരുന്നു. പുള്ളി ഇപ്പം മരിച്ചുപോയി, സൈലന്റ് ആയി. പുള്ളി ഒരു നെറ്റ് എടുക്കുന്നുണ്ടായിരുന്നു, കാർസ് നെറ്റ് എന്ന് പറഞ്ഞാൽ. അതും ഈവനിങ് ആയിരുന്നു. ഈവനിങ് ആണോ മോർണിംഗ് ആയിരുന്നു, ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അങ്ങനെ ആ നെറ്റുകളൊക്കെ ഇപ്പം അപ്രത്യക്ഷമായി. ഇപ്പോൾ ഏറ്റവും പഴയ നെറ്റ് എന്ന് പറഞ്ഞാൽ ചാർമിനാർ നെറ്റാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും രാവിലെ ഉള്ളത്. ബാക്കി പല നെറ്റുകളും വരുമ്പോൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ട്രാൻസ്മിറ്റർ റിസീവർ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഇവിടെ വാങ്ങാൻ കിട്ടുമോ അതോ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമോ? അന്നത്തെ കാലത്ത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അന്നത്തെ പോക്കറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് എന്നെ കൊണ്ടൊന്നും വന്ന് സാധിക്കത്തില്ലായിരുന്നു. അന്ന് ഞാൻ ഹോം ബ്രൂ ചെയ്തായിരുന്നു വന്നിരുന്നത്. അന്ന് ജോലിയൊന്നുമില്ലല്ലോ. ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ കൊമേഴ്ഷ്യൽ റേഡിയോ മേടിച്ചത്. കൊമേഴ്ഷ്യൽ റേഡിയോ ആകുമ്പോൾ വളരെ കോമ്പാക്റ്റാണ്, ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. മറ്റേ ഹോം ബ്രൂഡ് ആകുമ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ട്രാൻസിസ്റ്ററൊക്കെ ചിലപ്പം ബേണായി പോകും. അപ്പോൾ അടുത്ത ഓവർ വരുമ്പോഴത്തേക്ക് നമ്മൾ സോൾഡറിങ് ഇവിടെ ചൂടാക്കിയിട്ടുകൊണ്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഓവർ വരുമ്പോഴത്തേക്ക് ഈ ട്രാൻസിസ്റ്റർ മാറിയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയായിരുന്നു പലരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഒരു രസമുള്ള കാലമായിരുന്നു. ഇപ്പം ജസ്റ്റ് വന്നു, ഓണാക്കി, വർക്ക് ചെയ്തു, ഓഫ് ചെയ്തു, പോകും. ഈ ഹോം ബ്രൂ ചെയ്യുക, അതായത് സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ആൾക്കാർ ഇപ്പോൾ കുറവാണല്ലേ? അല്ല, ഹോം ബ്രൂവേഴ്സ് ഉണ്ട്, കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോം ബ്രൂ ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നത് നമ്മുടെ V2 എക്സ്റേ ടാങ്കോ ഓസ്കാർ. പുള്ളിയുടെ റേഡിയോ ബെറി എന്ന് പറഞ്ഞൊരു റേഡിയോ വളരെ സൂപ്പർ, നമ്മുടെ കൊമേഴ്ഷ്യൽ റേഡിയോക്കാട്ടിലും പെർഫോമൻസ് ഉള്ള ഒരു റേഡിയോ ആണ്. അതിലും ബെസ്റ്റ് റേഡിയോ ആണ്. അതും SDR ആണ്. അപ്പോൾ അങ്ങനെ ഹോം ബ്രൂ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. ഓക്കെ. അപ്പോൾ വീട്ടിൽ ഹാംസ് ഉണ്ടോ? എൻ്റെ വീട്ടിലെല്ലാവരും ഹാംസാണ്. എൻ്റെ വൈഫ് ഹാമാണ്, വീട്ടിൽ തന്നെ. യെസ്, എൻ്റെ മോന് 2 മക്കളും ഹാംസാണ്. എൻ്റെ ബ്രദർ, സിസ്റ്റർ, എൻ്റെ ബ്രദറിൻലോ, സിസ്റ്ററിൻലോ, അവരുടെ മക്കള് എല്ലാവരും ഹാംസാണ്. അപ്പോൾ മൊത്തം എത്ര പേരുണ്ട്? ഏകദേശം 10 പേരോളം എൻ്റെ ഹാംസാണ്. ഈ ഹാം റേഡിയോ ഫീൽഡിലേക്ക് മധുവിനെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട വ്യക്തി ആരായിരുന്നു? എന്നെ അങ്ങനെ കൊണ്ടുവന്നെന്ന് പറയാൻ പറ്റുന്നത് എനിക്കൊന്ന് V2 എക്കോ വിക്ടർ ടാങ്കോ EVT. പുള്ളി ഇപ്പോൾ ഇല്ല. പുള്ളിയാണ് ഗൈഡ് ചെയ്തത് ആദ്യം. അത് കഴിഞ്ഞിട്ട് ഹോം ബ്രൂവിങ്ങിനൊക്കെ ഗൈഡ് ചെയ്തത് V2 PRF-ഉം V2 TDJ. PRF എന്ന് പറയുന്നത് നമ്മൾ TDJയുടെ ഷാക്കിൽ ചെന്നപ്പം TDJ ഹെൽപ്പ് ചെയ്യാൻ പരിചയപ്പെട്ടാണ്. അപ്പോൾ ഞാൻ PRF-ൻ്റെ വീട്ടിൽ പോയിട്ടാണ് എൻ്റെ QRP ശരിയാക്കിയെടുത്തത്. അങ്ങനെയാണ് ഞാൻ ബാൻഡി വന്നത്. ഹാം റേഡിയോയിൽ DXing എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് DXing? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? 150 കൺട്രീസ് കൂടുതൽ കൺട്രീസുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പെഡീഷന് പോയപ്പം ഏകദേശം എനിക്കൊന്ന് 150 പരം രാജ്യങ്ങളിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് എക്സ്പെഡീഷൻ? എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് പുതിയൊരു സ്പെഷ്യൽ കോൾ സൈൻ എടുത്തിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്യുക. ഞാനിപ്പം വർക്ക് ചെയ്തത് ലക്ഷദ്വീപിലാണ്. ഞാനും വൈഫും കൂടെ പോയി വർക്ക് ചെയ്തത് ലക്ഷദ്വീപ്, കടമത്ത് ഐലൻഡ്. അതുകൂടാതെ ഞാൻ മിനിക്കോ ഐലൻഡിലും എക്സ്പെഡീഷൻ്റെ ഭാഗമായി പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്ഥലത്താണ് വിദേശത്ത് നിങ്ങൾ ഹാം റേഡിയോയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്? അതെ, ഹാം റേഡിയോ വർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. അല്ലാതെ ഏതെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? വിദേശ രാജ്യങ്ങൾ ഞാൻ കുറേ കറങ്ങാൻ പോയിട്ടുണ്ട്. ദുബായ് പോയിട്ടുണ്ട്, ദുബായ്, അബുദാബി, UAE. കൺട്രീസ് പറഞ്ഞാൽ UAE, യമൻ, നേപ്പാൾ, ഭൂട്ടാൻ, ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. നെറ്റ് എടുക്കുന്നു, നെറ്റ് ചെക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നെറ്റ്? ഇതുകൊണ്ട് എന്താണ് ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിനുള്ള ഗുണം? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു കൺട്രോളർ കാണും. ആ കൺട്രോളർ ഒരു നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഒരു നെറ്റ് കൺട്രോളർ വന്ന് വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഹാജർ വെക്കുന്ന പോലെ വന്നിട്ട് നമുക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇന്ന ആളിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആ ആൾ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളിനെ നമുക്ക് ഒരു ഫ്രീക്വൻസിയിൽ അലോട്ട് ചെയ്ത് തരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ചെക്ക് ചെയ്യുന്ന അറിയാൻ പറ്റും. അതുകൂടാതെ ഈ നെറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊപ്പഗേഷൻ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിൽ അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഹാംസും പങ്കെടുക്കും. അപ്പം നമുക്ക് ഓരോ സ്ഥലത്തെയും ആ സ്റ്റേഷനുമായിട്ടുള്ള പ്രൊപ്പഗേഷൻ കണ്ടീഷൻ, അപ്പം സിഗ്നൽ സ്ട്രെങ്ത് എത്രയാണ് എന്നൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും.
ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് DX ചെയ്തിട്ടുണ്ട്? US, ഫ്രാൻസ്, ജർമ്മനി, പരാഗെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ തന്നെ പല കോണ്ടിനെൻ്റ് ഉണ്ട്, ഉക്രൈൻ, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയില്ല. ഈ DXCC കിട്ടുക എന്ന് പറയുന്നത് ഒരു ഹാമിൻ്റെ അൾട്ടിമേറ്റ് ഡിസയറാണ്. എന്താണ് DXCC? 100 കൺട്രീസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് അമേരിക്കൻ റേഡിയോ റിലേ ARRL നിന്ന് കിട്ടുന്ന ഒരു. അപ്പോൾ ഈ ഇന്ത്യയിലെ കേരളത്തിലെ ഈ ഹാം റേഡിയോയുടെ തലസ്ഥാനം എവിടെയാണ്? വേൾഡിൻ്റെ ഹാം റേഡിയോയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? അപ്പോൾ അങ്ങനെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, പല ക്ലബ്ബുകളാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമച്ചർ റേഡിയോ NAR എന്ന് പറയുന്ന സ്ഥാപനമാണ് ഹൈദരാബാദിലുള്ള. അവരാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാംസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഹാം റേഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതും നമുക്ക് എക്സാം എഴുതാൻ വേണ്ട സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുക്കി തരുന്നതും എല്ലാവരാണ്. വേൾഡ് വൈഡ് വരുന്നത്? വേൾഡ് വൈഡ് ഒത്തിരി ക്ലബ്ബുകളുണ്ട്. അതിൽ ARRL, അതുകൂടാതെ വിദേശ RSGB, അങ്ങനെ ഒത്തിരി ക്ലബ്ബുകളുണ്ട്. റേഡിയോ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, അത് UK യിലാണ്. എന്തെങ്കിലും ആഗ്രഹം നിലനിൽക്കുന്നുണ്ടോ ഇനി ഹാം റേഡിയോയിൽ ചെയ്യാനായിട്ട്? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ എൻ്റെ ഒരു അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ ടെറൈൻ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിന് പ്രത്യേക സിസ്റ്റം വേണം. അപ്പം അതൊക്കെ പിന്നാലെ ചെയ്യുന്നതായിരിക്കും. അത് ശരി. എക്യുപ്മെന്റ് മാത്രമല്ല, ആന്റിനയും അതുപോലെ എല്ലാം വേണം. അതിന് ഏതൊക്കെ ടൈപ്പ് ആന്റിന വേണ്ടേ? 2 ടൈപ്പ് ആന്റിനയാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഡിഷ് ആന്റിന, പിന്നെ നമ്മൾ ഡയറക്ഷണൽ ആന്റിന. അത് UHF VHF രണ്ടും കൂടെ ഉള്ള ഡയറക്ഷണൽ ആന്റിന. ഒന്ന് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും 2 ആന്റിന എന്ന് പറയാം. ശരി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് 2 ഫ്രീക്വൻസിയിൽ. ഹാം റേഡിയോയിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം മധുവിനുണ്ടായിട്ടുണ്ടോ? ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഏറ്റവും നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് ഞാൻ കുട്ടിക്കാനത്ത് ഒരു ഹാം മീറ്റിന് പോയ സമയത്ത് കുറച്ച് ആൾക്കാർ നടക്കാൻ പോയിട്ട് മൂടൽ മഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ദിശ തെറ്റി. അപ്പോൾ സന്ധ്യ കാരണം വരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് VHF കൂടെ അവർ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് വഴി തെറ്റിയെന്ന്. പിന്നെ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ അവരെ VHF ലൂടെ. അപ്പോൾ അന്ന് പൊതുവെ മൊബൈൽ ഇല്ലാത്ത സമയം, എനിക്ക് തോന്നുന്നൊരു 10-30 വർഷം മുമ്പാണ് കുട്ടിക്കാനത്ത് ആദ്യമായിട്ട് നടന്ന ഒരു ഹാം മീറ്റ് എന്ന് പറയും. അതിൽ CSD, ദാസ്, അങ്ങനെ കുറേ പഴയ ഹാംസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് പരിചയപ്പെടാനൊക്കെ സാധിച്ചു. അവരൊക്കെ ഹോംബ്രൂവിൽ വളരെ എക്സ്പേർട്ട് ടീമുകളാണ്. ഇപ്പം ദാസിൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ സ്ലിം ജിം ഉണ്ടാക്കാനൊക്കെ പഠിച്ചത്. പുള്ളി എനിക്കൊരു സ്ലിം ജിം ഒക്കെ ഒന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സ്ലിം ജിം VHFൻ്റെ ഒരു ആൻറ്റിനയാണ് സ്ലിം ജിം. അപ്പം ഞാൻ ആദ്യമായിട്ട് VHF ഹാൻഡി മേടിച്ചപ്പം ആ ആൻറ്റിന വെച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ പലരുമായിട്ടും നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അവരെ നേരിൽ കാണുമ്പോൾ ശബ്ദവും ശരീരവുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ ചിലപ്പം വളരെ ഗാംഭീര്യമുള്ള ശബ്ദമാണുള്ള ആളിനെ കാണുമ്പോൾ വളരെ മെലിഞ്ഞിട്ടിരിക്കുന്ന ഒരു ചെറിയ അശ്വമായിരിക്കും. അതേപോലെ തന്നെ വളരെ ഗാംഭീര്യമുള്ള ശബ്ദമുള്ള ആളിനെ അതുപോലെ തിരിച്ചും മറിച്ചും. അപ്പോൾ നമ്മൾ ശബ്ദമായിട്ട് ഒരാളെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ശബ്ദത്തിൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ആളിനെ കാണുന്ന ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര രസമാണ്. അങ്ങനെ പലരെയും കണ്ടപ്പം വളരെ രസം തോന്നിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പം നെറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ എല്ലാ നെറ്റും ചെക്ക് ചെയ്യാറുണ്ടോ? അത് ഏതൊക്കെ സമയം? ഞാനിപ്പം ഹൈ ഫ്രീക്വൻസിയിലുള്ള നെറ്റ് എന്ന് പറയുന്നത് ഒന്ന് ചാർമിനാർ നെറ്റ്, ഒന്ന് കേരളത്തിൽ നിന്ന് മിക്കവാറും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ബെൽഗാമിൽ നിന്നുള്ള ഒരു നെറ്റുണ്ട്, വസന്ത് നെറ്റുണ്ട്. ടോട്ടൽ 5 നെറ്റുണ്ട്. 5 നെറ്റും ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അതുകൂടാതെ VHF ബാംഗ്ലൂർ 2 നെറ്റുണ്ട്. നാട്ടിൽ വരുമ്പം ഏകദേശം എനിക്ക് 6 നെറ്റോളം VHF കിട്ടാറുണ്ട്. അതും ചെക്ക് ചെയ്യാറുണ്ട് നാട്ടിൽ വരുമ്പോൾ. ഓക്കെ. HF ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഏത് സെറ്റാണ്? ഞാനിപ്പം ICOM 7300 എന്ന് പറയുന്ന സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു ആംപ്ലിഫയർ ഉണ്ട്, ഫ്യൂർണോ PA2500. ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. VHF 2720 ഡ്യുവൽ ബാൻഡറാണ്. ഇത് 60 വാട്ടാണ്. ആന്റിന ട്യൂണറാണ്. 2 ആന്റിന ട്യൂണറാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ആന്റിന ട്യൂണർ ഇതാണ്. ഇത് ആന്റിന ട്യൂണറാണ്. അല്ലാതെ കിയർ പഠിക്കാനുള്ള ഇത് SWR മീറ്ററാണ്. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 1 കിലോവാട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ആന്റിന ട്യൂണർ. ഹോംബ്രൂ ചെയ്തതാണ്. ഇത് ആന്റിന ട്യൂണർ തന്നെ. പവർ സപ്ലൈ, റേഡിയോ. എത്ര റിഗുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്? കയ്യിലുണ്ട്? ഇപ്പോൾ 1 റിഗേ ഉള്ളൂ. ഇപ്പോൾ ബാക്കിയിരിക്കുന്ന
ബാക്കിയെല്ലാം അനുബന്ധ സാധനങ്ങളാണ്. ഒരു HF-ന്റെ ഒരു ഇതും VHF-ന്റെ ഒരു ബേസ് സ്റ്റേഷനും 2 സ്റ്റേഷൻസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ഹാൻഡി അതൊക്കെ കുറേ എണ്ണം ഉണ്ട്. ആൻറ്റി എത്ര എണ്ണം ഉണ്ട്? ഹാൻഡി എനിക്കൊന്ന് 3-4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി പുതിയ ആൻറ്റിനെയോ ട്രാൻസ്മിറ്ററോ ഒക്കെ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കമ്പനിയുടെ ഏത് മോഡലാണ്? എനിക്ക് എല്ലാ കമ്പനിയായിട്ടും ഒരു ഇതുമില്ല. ഇപ്പം ചൈനീസ് ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ചെറുത്, ഒരു SDR സിംഗ്യോ എന്തോ ഒരു പേരില്. അതൊന്നും ഒരു താല്പര്യമുണ്ടോ മേടിക്കാൻ? ഇപ്പോൾ ഈ റേഡിയോ ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ ആരെങ്കിലും വീട്ടിലുണ്ടോ? ഇല്ല, എൻ്റെ വൈഫും ഞാനും മാത്രമാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മക്കളാരും ഇവിടെ ഇല്ല, വിദേശത്താണ്. വൈഫ് എല്ലാ ദിവസവും ഓപ്പറേറ്റ് ചെയ്യാം? മിക്കവാറും എല്ലാ ദിവസവും. പുള്ളിക്കാരത്തെ സാറ്റർഡേ സൺഡേ നെറ്റ് എടുക്കുന്നുണ്ട്, VHF-ൽ നെറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബെനിലിട്ടേക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ട്രാവൽ വീഡിയോ ചെയ്യുന്ന ഒരു ചാനലുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഈ ബോൺ ഫോർ ട്രാവൽ? ഞാൻ കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം വീഡിയോ ഒക്കെ ഒന്ന് സേവ് ചെയ്യാനായിട്ടൊരു സ്ഥലം അങ്ങനെ കണ്ടൊരു തുടങ്ങിയൊരു ചാനലാണ് ബോൺ ഫോർ ട്രാവൽ എന്ന് പറഞ്ഞത്. ഇപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? എനിക്ക് 11K പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എടുത്ത YNS-ന് വളരെ താങ്ക്സ്. അപ്പോൾ എല്ലാവരും എൻ്റെ ബെസ്റ്റിയായ നൗഷാദിൻ്റെ ട്രാവൽ ടെക് മാനിയ എന്ന ചാനലും എൻ്റെ ബോൺ ഫോർ ട്രാവൽ എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പിന്നീടൊരു ഒരു അവസരത്തിൽ കാണാം. അതുവരേക്കും നമസ്കാരം, സന്ധിക്കാം, ബൈ ബൈ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ കണ്ട ഏവർക്കും നന്ദി. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.